ഉണ്ണികൃഷ്ണൻ്റെ കല്യാണം ഭാഗം 35. ബാസിയുടെ സംസാരം അതിരുകടക്കുകയാണെന്ന് തോന്നിയപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നും അവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ലച്ചു അവിടെ നിന്നും അല്പം മാറി നിന്നു. എന്താ എന്താ ബാസിയേട്ടൻ്റെ ഉദ്ദേശം? ഈ കല്യാണം മനഃപൂർവ്വം മുടക്കാനുള്ള വല്ല ശ്രമവുമാണോ? അവൾ കുറച്ചധികം ദേഷ്യത്തോടെ ചോദിച്ചു. ഉവ്, ഈ കല്യാണം മുടങ്ങണമെന്ന് തന്നെയാ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. നിന്റെ മനസ്സും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാൻ ലച്ചു. പക്ഷേ നീ അത് പുറത്ത് കാണിക്കാതെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാടകം കളിക്കല്ലേ? അവൻ്റെ പരിഹാസത്തോടെയുള്ള ആ തുറന്നു പറച്ചിൽ ലച്ചുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലാക്കി മാറ്റുകയായിരുന്നു. അവൾ വളരെ താഴ്ന്ന സ്വരത്തിലാണ് പിന്നീട് അവനോട് മറുപടി പറയാൻ തുടങ്ങിയത്. ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ചിന്തിക്കാൻ പാടില്ല. അബി എനിക്ക് കൂടപ്പിറപ്പിനെ പോലെയാ ബാസിയേട്ടാ. അവളുടെ സന്തോഷമില്ലാതാക്കാൻ ഞാൻ ഒരിക്കലും ഒരു കാരണമാവില്ല. അവളുടെ ആ മറുപടി കേട്ട് നിന്നപ്പോൾ ബാസിയും വല്ലാണ്ടായിപ്പോയി. ആർക്കു വേണ്ടിയാ ലച്ചു നീ ഇങ്ങനെ സ്വയം ഉരുകിയില്ലാതാവുന്നത്? പരസ്പരം ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾ എന്തിനാ ഇങ്ങനെ അകന്നു മാറുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ബാസിയുടെ ആ ചോദ്യത്തിനു മുന്നിൽ ലച്ചു നേരിയൊരു മന്ദഹാസം വിടർത്തി. ആർക്കു വേണ്ടിയെന്നോ? ഉണ്ണിയേട്ടന് വേണ്ടി. ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഭാനുമ്മയ്ക്ക് വേണ്ടി. എന്നെ ഇവിടം വരെ എത്തിച്ച മാഷിന് വേണ്ടി. കാവുമ്പാട്ടുകാരുടെ സ്നേഹവും കൂറും വച്ചു പുലർത്തുന്ന എൻ്റെ സ്വന്തം അച്ഛന് വേണ്ടി. അങ്ങനെ ഈ വിവാഹം കൊണ്ട് എല്ലാവരും സന്തോഷിക്കത്തേയുള്ളൂ. അവരെല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ബാസിയേട്ടാ. അത്രയും പറഞ്ഞുകൊണ്ടവൾ അവിടെ നിന്നും പതുക്കെ പിൻവാങ്ങി. കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ അകത്തേക്ക് കയറുന്നതിനിടയിലാണ് ഫോട്ടോഷൂട്ടുകാരുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും നടന്നുകൊണ്ടുവരുന്ന ഉണ്ണി അവൾ കാണാനിടയായത്. അവളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഉണ്ണി അവരോടെല്ലാം അല്പനേരം ഒന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ചുകൊണ്ട് ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത് അവർ അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്തു. കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ ഗൗരവത്തിൽ തന്നെ അവളുടെ മുൻപിൽ നിൽപ്പുറപ്പിച്ചു. നിനക്കിപ്പോൾ സന്തോഷായില്ലേ ലച്ചു? ഉണ്ണിയേട്ടാ, ഞാൻ വേണ്ട, ഇനി നീ അങ്ങനെ വിളിക്കരുത്. നിന്റെ വാശി നടന്നുവെന്നൊന്നും നീ കരുതണ്ട. നിന്റെ ഭീഷണിയിൽ ഞാൻ പേടിച്ചിട്ടുമല്ല. ഇപ്പോൾ തന്നെ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്തു കൊണ്ടുപോകാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. രാഘവേട്ടൻ എന്ന ആ നല്ല മനുഷ്യനോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനിയൊരിക്കലും നിന്റെ മുന്നിൽ ഞാനും വരില്ല. ഇതെൻ്റെയും വാക്കാ ലച്ചു. അവൻ ഉറച്ച സ്വരത്തിൽ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ടത് പറഞ്ഞു നീങ്ങിയപ്പോൾ ആ കണ്ണുകളിലും നേരിയ നനവ് പടർന്നു പിടിച്ചത് അവൾക്കു കാണാൻ സാധിച്ചിരുന്നു. തിരിച്ചൊന്നും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൻ മണ്ഡപത്തിനരികിലേക്ക് നടന്നു പോകുന്നത് അവൾ നിറ കണ്ണുകളോടെ നോക്കി നിന്നു. ആ സമയം ചുറ്റിലും ഒരു അന്ധകാരം വ്യാപിക്കുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. കുറച്ചു സമയം കടന്നു പോയപ്പോൾ മാഷ് വന്ന് എല്ലാവരോടും ചടങ്ങുകൾ ആരംഭിക്കാനായി ആവശ്യപ്പെട്ടു. മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മുതിർന്നവരുടെയെല്ലാം അനുഗ്രഹം വാങ്ങിക്കാനായി അബിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി സതിയെ അവളുടെ മുറിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന അബിയെ കാണാനായി എല്ലാവരും ക്ഷമയോടെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. മാഷും ദേവിയമ്മയും ഭാനുമ്മയും ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ടായിരുന്നു. അബിയുടെ അച്ഛൻ മാധവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തിരക്കിനിടയിൽ അബിയെ വിളിക്കാൻ പോയ തൻ്റെ പ്രിയ പത്നിയെങ്ങാനും വരുന്നുണ്ടോ എന്ന ഭാവത്തിൽ എത്തുനോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലച്ചു ഐശ്വര്യത്തോടെ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി അവിടെ വെച്ചു. ദക്ഷിണ കൊടുക്കാനുള്ള താലവും തയ്യാറാക്കി അവൾ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. പെട്ടെന്നാണ് വിളറി വെളുത്ത മുഖവുമായി പരിഭ്രമിച്ചുകൊണ്ട് ഓടിവരുന്ന സതിയെ കണ്ടപ്പോൾ എല്ലാവരും അവരെയൊന്ന് നോക്കി നിന്നത്. എന്താ എന്താ സതി, അബിയെ വിളിക്കാൻ പോയ നീ തനിച്ച് വന്നിരിക്കുന്നത്? അവളെവിടെ? ഒരുക്കം ഇനിയും കഴിഞ്ഞില്ലെന്നുണ്ടോ? മുഹൂർത്തം ആവാൻ ഇനി കുറച്ച് നേരെയുള്ളൂ. മാധവൻ സംശയത്തോടെ ഓരോന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സതി നിന്ന് കരയാൻ തുടങ്ങി. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവരും കാര്യമെന്തെന്നറിയാൻ അടുത്തേക്ക് വന്നു നിന്നു.
ഹൈ, നീ കരയാതെ കാര്യം പറയേണ്ട സതിയെ. എന്താ എന്തുണ്ടായേ? അയാൾ വീണ്ടും ചോദിച്ചു. അവർ വിറയ്ക്കുന്ന കൈകളോടെ കയ്യിലിരുന്നിരുന്ന ഒരു കടലാസ് അയാൾക്ക് നേരെ നീട്ടിക്കൊടുത്തു. അയാൾ അത് വായിച്ചു നോക്കിയ ശേഷം തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കാണണേ? കാര്യം എന്തെന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മാധവൻ്റെ സങ്കടം കണ്ടപ്പോൾ മാഷിനും സംശയം ഇരട്ടിച്ചു. എന്താടാ ഇത്? എന്തിനാ നിങ്ങളിങ്ങനെ കരയണത്? എല്ലാവരെയും ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയണുണ്ടോ? മാധവൻ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് ആ കടലാസ് നീട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അഭി നമ്മളെയൊക്കെ ചതിച്ചു ഏട്ടാ. മാഷ് ആ കടലാസ് പെട്ടെന്ന് സ്വീകരിച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കി. വെല്ലിച്ചനും അച്ഛനും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. ഞാൻ പോകുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം അഭി. ആ കത്തിലെ വാചകങ്ങൾ വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടലോടെ നോക്കി. എൻ്റെ കുട്ടിയുടെ കല്യാണം വീണ്ടും മുടങ്ങിയോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമ ബോധരഹിതയായി വീണു. മാഷും മാധവനും എല്ലാവരും പേടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്കെത്തി. അമ്മയെ എന്നുറക്കെ നീട്ടി വിളിച്ചുകൊണ്ട് ലച്ചു അവരെ താങ്ങിപ്പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തുകയായിരുന്നു. പിന്നീട് എല്ലാവരും ഭാനുമ്മയെ സമാധാനിപ്പിക്കാനായി ചുറ്റും കൂടി നിന്നു. പരിഭ്രമിച്ചുകൊണ്ട് ദേവി വേഗം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് മുഖത്തേക്ക് തളിച്ചു കൊടുത്തു. നേരിയ ആശ്വാസത്തോടെ അവർ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അല്പം പുഞ്ചിരി തെളിഞ്ഞു വന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് ഉണ്ണിയും ബാസിയും അവിടേക്ക് ഓടിയെത്തി. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമ്മയെ സമാധാനിപ്പിക്കാൻ എന്തു പറയണമെന്നറിയാതെ അവനും വിഷമിച്ച് തന്നെ അവിടെ നിന്നു. മാധവനും സതിയും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മന്ത്രം ചൊല്ലിയിരുന്ന പൂജാരിയും വ്യസനത്തോടെ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു നിന്നു. നാദസ്വരമേളക്കാരും ഇനി വായിക്കേണ്ടെന്ന രീതിയിൽ വാദ്യോപകരണങ്ങളെല്ലാം താഴെ വെച്ചുകൊണ്ട് പരസ്പരം മുഖത്തേക്ക് നോക്കി. വിവരമറിഞ്ഞ ആളുകളെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് പല രീതിയിലും വ്യാഖ്യാനങ്ങളും ചർച്ചകളും നടത്താൻ ശ്രമം തുടങ്ങിയിരുന്നു. കലവറയിലെ ജോലിക്കാരെല്ലാം ജോലി മതിയാക്കി ഹാളിലേക്ക് പെട്ടെന്ന് ഓടിക്കയറി വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കരമാഷ് തല താഴ്ത്തിക്കൊണ്ട് അവിടെ തന്നെ ഒരു ഇരിപ്പ് തുടർന്നു. എല്ലാവർക്കുമിടയിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നിടത്താണ് ബാസി എല്ലാവരും കേൾക്കുന്ന തരത്തിൽ ഉണ്ണിയോട് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഈ കാര്യത്തിൽ അഭിയുടെ ധൈര്യം പോലും നിനക്കില്ലാതെ പോയല്ലോടാ ഉണ്ണി. പെട്ടെന്നുള്ള അവൻ്റെ ആ വിളിച്ചു പറയൽ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിയാൻ കാരണമായി മാറുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള ബാസിയുടെ ആ സംസാരം കേട്ടപ്പോൾ ഉണ്ണിയും അമ്പരന്നുകൊണ്ട് അവനെയൊന്ന് നോക്കി. എന്താടാ ഇത്? സാഹചര്യം നോക്കാതെ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അഭിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ ഇവിടുന്ന് അവൾ പോയത്? അങ്ങനെയാണെങ്കിൽ നിനക്കും ഈ കല്യാണം ഇഷ്ടമില്ല എന്ന കാര്യം ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെടാ. അത് കേട്ടുകൊണ്ട് ഉണ്ണി വേഗം വന്നവൻ്റെ വായി പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. ഒന്ന് മിണ്ടാതെ നിൽക്കടാ എന്ന ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. ബാസിയുടെ സംസാരം കേട്ടപ്പോൾ മാഷും മാധവനും എല്ലാവരും ഇരുന്നിടത്തു നിന്നും പതിയെ എഴുന്നേറ്റ് വന്നു. എന്താ എന്താ അവൻ പറഞ്ഞേ? അവന് വിടു ഉണ്ണി. അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും കൂടി കേൾക്കട്ടെ. അത് കേൾക്കേണ്ട താമസം ബാസി അവൻ്റെ കൈ വലിച്ചു മാറ്റിക്കൊണ്ട് എല്ലാവരോടും ആ സത്യം വിളിച്ചു പറയാനായി മുൻപോട്ട് വന്നു നിന്നു. മാഷേ, അഭിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തതുപോലെ ഉണ്ണിക്കും ഈ കല്യാണം നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അവൻ നിങ്ങളാരെയും വിഷമിപ്പിക്കരുതെന്ന് കരുതിയ ഒന്നും ഇതുവരെ പറയാതിരുന്നത്. എല്ലാവരോടും പറയാതിരിക്കുന്ന ഒരു സത്യമുണ്ട് മാഷേ. എന്ത് സത്യം? ശങ്കരമാഷ് സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അത് പിന്നെ ഉണ്ണി ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് മാഷേ. അത് തുറന്നു പറയാനിരിക്കുന്ന നേരത്താണ് നിങ്ങളെല്ലാവരും കൂടെ ഈ കല്യാണം. അവൻ ബാക്കി കൂടി പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ മാഷ് കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. മതി, ഇനി ഉണ്ണി പറയട്ടെ കാര്യങ്ങൾ. അവൻ്റെ കാര്യങ്ങൾ പറയാൻ അവന് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. മാഷ് അവൻ്റെ അരികിലേക്ക് വന്ന് തറപ്പിച്ചൊരു നോട്ടം നോക്കി. എന്നിട്ട് വീണ്ടും സംസാരം തുടർന്നു. പറയൂണ്ണി, ബാസി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഒരുത്തി ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കത്തും എഴുതി വെച്ച് എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു.
ഏതായാലും ഇനി ഈ കല്യാണം നടക്കില്ല. പക്ഷേ എനിക്കറിയണം എന്തുകൊണ്ടാണ് നിനക്കും ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്. മാഷ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭാനുമ്മയും എണീറ്റ് വന്ന് ഇടയ്ക്കു കയറി സംസാരിക്കാൻ തുടങ്ങി. അമ്മാമ്മ ചോദിച്ചത് കേട്ടില്ലേടാ? പറയടാ, ഇത്ര നാളും ഇല്ലാതിരുന്ന ഒരു പ്രേമം നിനക്കെങ്ങനെയാ ഇപ്പൊ പെട്ടെന്നുണ്ടായത്? പറയടാ ഉണ്ണി. എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ണിയിലേക്ക് മാത്രമായി ചെന്നു നിന്നപ്പോൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന അർത്ഥത്തിൽ രാഘവൻ നായർ ലച്ചുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പതിയെ പോകാനൊരുങ്ങി. ഉണ്ണിക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അവൻ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത പെൺകുട്ടി വേറെ ആരുമല്ല. അത് രാഘവേട്ടൻ്റെ മോള് ലച്ചുവിനെയാണ്. അവളെ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് അമ്മാമ്മേ. ഉണ്ണി ഉറക്കെ അക്കാര്യം വിളിച്ചു പറഞ്ഞത് കേട്ടതും അവിടെ നിന്നും പോകാൻ തുടങ്ങിയ രാഘവൻ നായർ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അവൻ അത് പറഞ്ഞു തീർന്നതും മാഷ് അവൻ്റെ മുഖം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു. ആ ശബ്ദം അവിടെയാകെ പ്രതിധ്വനിച്ചു കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തും ഒരു ഭയപ്പാട് നിഴലിച്ചു. കണ്ടു നിന്നവരും കേട്ടു നിന്നവരുമെല്ലാം ആ നിമിഷത്തിൽ തരിച്ചു പോവുകയായിരുന്നു. ലച്ചുവിൻ്റെ മനസ്സിനും ആ കാഴ്ച പെട്ടെന്ന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാഷ് തല്ലിയതിൻ്റെ വേദന അവളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചതുപോലെയായിരുന്നു. ഉണ്ണി പെട്ടെന്ന് വിഷമത്തോടെ അമ്മാമ്മയെ ഒന്ന് നോക്കി. അമ്മാമ്മേ. അവൻ്റെ ആ വിളിയിൽ വിറങ്ങലിച്ചുകൊണ്ട് മാഷ് ദേഷ്യപ്പെടുകയായിരുന്നു. വേണ്ട, നീ ഇനി മിണ്ടരുത്. ഈ തല്ല് എന്തിനാണെന്നറിയാമോ? ഇത്രയും നാള് ഇക്കാര്യം എന്നോട് നീ മറച്ചു വെച്ചതിനുള്ള ശിക്ഷയായിട്ട് കൂട്ടിക്കോ ഇത്. നിനക്കെന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടില്ലേടാ. എന്നിട്ടും നീ എന്തിനാ ഇക്കാര്യം എന്നോട് മറച്ചു വെച്ചത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ അമ്മാമ്മയെ നീ നാണം കെടുത്തിയില്ലേടാ. അയാൾ വികാരധീനനായി അവൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിക്കും പെട്ടെന്നത് സഹിക്കാനായില്ല. അമ്മാമ്മേ, ഞാൻ ആ കാഴ്ച കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണും മനസ്സും ഒരുപോലെ വേദനിപ്പിച്ചു. പെട്ടെന്നാണ് ബാൽക്കണിയിൽ നിന്ന് ഫർദയണിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി ഉറക്കെ കൈയടിക്കുന്ന ശബ്ദം എല്ലാവരും കേൾക്കാനിടയായത്. ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരുടെയും കണ്ണുകൾ അതിവേഗത്തിൽ തന്നെ സഞ്ചരിക്കുകയും ചെയ്തു. അവിടെ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടെയാണ് ഒന്ന് നോക്കിയത്. സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് അവരുടെയെല്ലാം മുൻപിലേക്ക് അവൾ പതിയെ നടന്നു വന്നു. അവൾ പതുക്കെ ആ മുഖപടം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ മന്ത്രിക്കുകയായിരുന്നു, അബി. മാധവൻ അവളെ മുന്നിൽ കണ്ടതും പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ട് കൈവീശി ഉയർത്തി അവളെ അടിക്കാനായി ചെന്നു. ഇടി അസത്തെ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? നിന്നെ ഇന്ന് ഞാൻ. പെട്ടെന്ന് അയാൾ തടഞ്ഞുകൊണ്ട് മാഷ് മുന്നിൽ കയറി നിന്നു. വേണ്ട മാധവ, വേണ്ട. ഒരു നിമിഷം ശാന്തനായി നിൽക്ക്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞിട്ട് മതി ഇനി തല്ലലും കൊല്ലലുമെല്ലാം. ഇത്രയും നേരം നമ്മളെയൊക്കെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് എന്തിനാ ഇവളിങ്ങനെ ഒളിച്ചിരുന്നതെന്ന് അറിഞ്ഞിട്ട് മതി ഇനി ബാക്കിയുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. പറയൂ അബി, നീ എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ആരുടെ ബുദ്ധിയാ ഇതൊക്കെ? അയാൾ അവളോട് കലി തുള്ളിക്കൊണ്ട് ചോദിച്ചു. വല്യച്ഛൻ്റെ ആ മുഖഭാവം കണ്ട് അബിയൊന്ന് പതറിപ്പോയെങ്കിലും കാര്യങ്ങളെല്ലാം തനിക്ക് സംസാരിച്ചേ മതിയാകൂ എന്നവൾ മനസ്സിലുറപ്പിച്ചു. വല്യച്ഛനും അച്ഛനും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിങ്ങളാരും ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഉണ്ണിയേട്ടനെ ഞാൻ എന്നും എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് കണ്ടിരുന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നിട്ടില്ലെങ്കിലും ഉണ്ണിയേട്ടൻ എനിക്ക് എന്നും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനം തന്നെയാണ്. ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. കൂടെ നടന്നിരുന്നത് ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ നിങ്ങൾ വിചാരിക്കും പോലെ വിവാഹം കഴിക്കാനുള്ള ഒരു ഇഷ്ടമായിരുന്നില്ല. നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചു പോയതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും എല്ലാ കാര്യവും തുറന്നു പറയാനായി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഞാൻ ബാസിയേട്ടനെ കണ്ടത്. ബാസിയേട്ടനാ എന്നോട് ഉണ്ണിയേട്ടനും ലച്ചുവും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞറിഞ്ഞത്. എനിക്ക് വേണ്ടി, ഈ കുടുംബത്തിൻ്റെ സ്നേഹമെന്ന് നിലനിൽക്കാൻ വേണ്ടി ഇവർ തമ്മിൽ വേർപിരിയാണെന്നറിഞ്ഞപ്പോൾ എന്തോ എനിക്കെല്ലാവരോടും വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ ഈ കല്യാണം നടക്കാൻ വേണ്ടി ലച്ചു ഒരിക്കലും സത്യം തുറന്നു പറയില്ലെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇവർ മറച്ചുവെച്ച ആ സ്നേഹം പുറത്തേക്ക് വരികയുള്ളൂ എന്ന് ഞാൻ കരുതി. അതിനുവേണ്ടിയാ ഞാൻ. അവളുടെ ഏറ്റുപറച്ചിൽ കേട്ടതിന് ശേഷം മാഷ് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട് ഈ ബുദ്ധി.
കുട്ടി, വിവാഹം എന്ന് പറയുന്നതൊക്കെ ഒരു പവിത്രമായ ചടങ്ങാണ്. അതാണ് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ അലങ്കോലപ്പെടുത്തിയത്. നിങ്ങളൊക്കെ ഇത്രയും വലുതായി പോയി എന്നുള്ള സത്യം ഈ വല്യച്ഛൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എല്ലാവരും നന്നായി അഭിനയിച്ചു. ഇനി ഇതിൽ ഞങ്ങൾക്കുള്ള റോള് കൂടി ഒന്ന് പറഞ്ഞു തരൂ അബി. ക്ഷണിക്കപ്പെട്ട ഈ അതിഥികൾക്ക് മുന്നിൽ ഞങ്ങളെയൊക്കെ വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നില്ലേ നിങ്ങളൊക്കെ ചേർന്ന്? മതി, എനിക്ക് തൃപ്തിയായി. ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എനിക്കിനി ആരെയും കാണുകയും വേണ്ട. തകർന്ന മനസ്സുമായി അദ്ദേഹം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച കണ്ടപ്പോൾ മാധവനും രാഘവൻ നായർക്കുമൊന്നും അത് സഹിക്കാനായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് ലച്ചു പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറിപ്പോയത്. അതിനു പിറകെ ഉണ്ണിയും അബിയുമെല്ലാം ഓടിച്ചെന്നു. ലച്ചു എല്ലായിടത്തും മാഷിനെ തിരഞ്ഞുകൊണ്ടേ നടന്നു. ഒടുവിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും മുകളിലെ ആളൊഴിഞ്ഞ നിലയിലെ ഒരിടത്ത് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന മാഷിനെ അവൾ കാണാനിടയായി. അല്പം ഭയത്തോടെയാണവൾ അടുത്തേക്ക് ചെന്ന് നിന്നത്. മാഷേ! ആ വിളി കേട്ടിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയതേയില്ല. അവൾ വീണ്ടും വിളിച്ചു, മാഷേ! എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഇന്ന് സംഭവിച്ചു പോയത്. ഉണ്ണിയേട്ടനെ സ്നേഹിക്കാനുള്ള ഒരർഹതയും എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയി മാഷേ. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആരെയും ഇന്ന് വരെ വെറുപ്പിക്കാൻ ഞാൻ ഇതുവരെ ശീലിച്ചിട്ടില്ല മാഷേ. ഞാൻ കാരണം ഈ കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടമാകരുതെന്ന് കരുതിയ ഞാനെല്ലാം മറച്ചു വയ്ക്കാൻ ഉണ്ണിയേട്ടനോട് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ പേരിൽ നിങ്ങളാരും മനസ്സ് വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല മാഷേ. അബിയെയും ഉണ്ണിയേട്ടനെയും മാഷ് ഒരിക്കലും വെറുക്കരുത്. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം മാഷേ. അവൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ യാചനയോടെ തല താഴ്ത്തി നിന്നു. അതെല്ലാം കണ്ടുനിന്ന ഉണ്ണിയും അബിയും അവളെ ഓടി വന്ന് പിടിക്കാനായി തുടങ്ങിയപ്പോഴേക്കുമാണ് ശങ്കരമാഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. കണ്ണുകൾ ചിമ്മി തൻ്റെ മുൻപിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അദ്ദേഹം പതുക്കെ തലോടി. എവിടേക്കാ നിന്റെ യാത്ര? എല്ലാ കുറ്റവും ഇങ്ങനെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എവിടേക്ക് പോകുന്ന കാര്യ ലച്ചു നീ ഇങ്ങനെ പറയുന്നത്? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഉണ്ണിയെ വിട്ട് നിനക്ക് എങ്ങനെ പോകാൻ കഴിയുക? പെട്ടെന്ന് മാഷിൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അദ്ദേഹത്തെ ഒന്ന് നോക്കി. ശാന്തമായ ഭാവത്തിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. അയാൾ അവളെ പതിയെ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒലിച്ചിറങ്ങിയ അവളുടെ കണ്ണുനീർ അദ്ദേഹം മെല്ലെയൊന്ന് തുടച്ചു കൊടുത്തു. അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി ഉണ്ണിക്കരികിലേക്കെത്തി. അവളുടെ കൈപിടിച്ച് ഉണ്ണിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രണയത്തേക്കാൾ വലുതാണ് കുടുംബ ബന്ധങ്ങളെന്ന് ചിന്തിച്ച നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും പിരിയാൻ പാടില്ല. ദൈവം കൂട്ടിയിണക്കിയ നിങ്ങളെ ഞാനായിട്ട് പിരിക്കുന്നത് എങ്ങനെയാണ്? അമ്മാമ്മയുടെ വാക്കുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഉണ്ണിയും ലച്ചുവും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. അത് കേട്ട സന്തോഷത്തിൽ അബി വേഗം വന്ന് ശങ്കരമാഷിനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോഴാ എൻ്റെ വെളിച്ച് ശരിക്കും ഹീറോയായത്. എടി കാന്താരി, നിന്നെ ഞാൻ... അദ്ദേഹം അവളുടെ ചെവി പിടിച്ച് വലിക്കാൻ ഒരുങ്ങിയതും അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. അത് കണ്ട് എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു സമയങ്ങൾക്കു ശേഷം കതിർ മണ്ഡപത്തിൽ വീണ്ടും വിളക്കുകൾ തെളിഞ്ഞു. ഉണ്ണി നവവരൻ്റെ വേഷത്തിൽ ചിരിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. താലവും വിളക്കുമായി വരുന്ന ആ പെൺകുട്ടികൾക്കിടയിൽ അവൻ്റെ നോട്ടം ചെന്നു പതിച്ചത് അവളിലേക്ക് മാത്രമായിരുന്നു. ഒരിക്കൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ തൻ്റെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി മാറുന്നതിൻ്റെ സന്തോഷവും അവൻ്റെ പുഞ്ചിരിയിൽ തെളിഞ്ഞു നിന്നിരുന്നു. ഇനി മുതൽ തൻ്റെ ജീവൻ്റെ പാതിയാകാൻ പോകുന്ന അവൾ തൻ്റെ ഇഷ്ടനിറമായ കുങ്കുമ നിറത്തിൽ നിറയെ ഗോൾഡൻ കളർ മുത്തുകൾ പതിപ്പിച്ച ഡിസൈൻ ചെയ്തെടുത്ത മനോഹരമായ ആ സാരി എടുത്ത് അവിടേക്ക് നടന്നു വരുന്നത് അവൻ നോക്കിയിരുന്നു. അവളുടെ മുഖം അവന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തലനിറയെ മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങി വരുന്ന അവളുടെ കണ്ണുകളും അല്പനാണത്തോടെ അവനെയും നോക്കുന്നുണ്ടായിരുന്നു. വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ രാഘവൻ നായരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുപോയി. അച്ഛൻ്റെയും മാഷിൻ്റെയും അനുഗ്രഹം വാങ്ങിച്ചവൾ സദസ്സിനെ കൈകൂപ്പി വന്ദിച്ച ശേഷം
ആ വിവാഹ മണ്ഡപത്തിലേക്ക് പതിയെ കാലെടുത്ത് വെച്ച് അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പൂജാരി ആ താലിമാല അവൻ്റെ കൈകളിൽ എടുത്തുകൊടുത്തു. പരസ്പരം മുഖത്തേക്ക് നോക്കി ആനന്ദത്തോടെ സംഗീതം വായിക്കുന്ന നാദസ്വരമേളത്തിൻ്റെ അകമ്പടിയോടെ അവൻ അവളുടെ കഴുത്തിൽ മിന്നു ചാർത്തി. ആ മനോഹരമായ കാഴ്ച കാണാൻ വന്നവരെല്ലാം അവരുടെ മേലിലേക്ക് പുഷ്പങ്ങൾ വാരി വിതറിയെറിഞ്ഞു. അന്നേരം സന്തോഷം കൊണ്ട് ഭാനുമ്മയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. സതിയമ്മായും ദേവിയമ്മായും സന്തോഷത്തോടെ അവരെ ആശീർവദിച്ചു. ആ അവസരം നഷ്ടപ്പെടുത്താതെ അഭി ഓടി വന്നുകൊണ്ട് എല്ലാവർക്കും ഒപ്പം ഇരുന്നുകൊണ്ട് ഒരു സെൽഫിയും എടുത്തു. ഉണ്ണിയുടെയും ലച്ചുവിൻ്റെയും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ മനോഹര നിമിഷമായി അത് മാറുകയായിരുന്നു.